കൂട്ടുകാരെ നമ്മൾ മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ കൂട്ടുകാരെ നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഒരു ഇറക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്നും ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും. പതിയെ ഇറങ്ങി എന്ത് ഏർമാടം പോലൊരു സ്ഥലം. പ്ലാസ്റ്റിക് നിരോധിത മേഖല. പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയ പൂമ്പിന്തുവായി വീഴൂ. അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി സൂര്യൻ്റെ കിരണങ്ങൾ നന്മതൻ സുരണമായി പൂർണ്ണത നേടൂ. കടമ്മനിട്ടയുടെ വരികൾ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമായിരുന്നു. മേളിൽ ചെല്ലുമ്പോഴേ പാറയെങ്കിലും കാണും. അന്നേരം വെള്ളച്ചാട്ടം കാണണം. ഇങ്ങനെ കേറി പോകാൻ പറ്റിയല്ല, അവിടെ വരെ കയറി ചെല്ലാനേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പൊ മാത്രമേ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് കയറി പോയി കാണാം. അപ്പൊ നിങ്ങള് വെള്ളമുള്ള വെള്ളച്ചാട്ടം മാത്രമല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളായിരിക്കത്തുള്ളൂ. അപ്പൊ വെള്ളമില്ലാത്ത നഗ്നമായ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകെ ഒരാളിതേ കയറി വരുന്നുണ്ട്. കണ്ട, എന്നെ വേണ്ടമ്മ എന്ന് പറഞ്ഞ ആളാണ് ആ കയറി വരുന്നത്. കണ്ട, ശ്രേയ സൂക്ഷിച്ചു പറഞ്ഞേ. ഇതുണ്ട്, ഇത്രയുള്ള കാര്യം. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തി ഞാൻ. അത് ഇങ്ങോട്ട് പോവാം. കണ്ടോ, ഓടിക്കേറി വരുന്നു. ഇടക്കിടക്കൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ആ പാറ കയറാനുള്ളതാണ്. അപ്പൊ വീഡിയോ ഒന്നും എടുക്കത്തില്ല, ബാക്കിയൊക്കെ ഞങ്ങള് പേടിക്കുന്നേ. കണ്ട അത് കണ്ട അത് ഞാനീ ചെരുപ്പ് അറിയാതെ ഇട്ടതാണെങ്കിലും ഭാഗ്യമായി. ആ കല്ലേന്ന് കയറാൻ കുറച്ച് പാടാണ്. ശ്രുതിയൊക്കെ പെട്ടെന്ന്. ഓ, അങ്ങനെ നമ്മളിവിടെ വരെ എത്തി. ഇനി അത്രയും കേറാനുണ്ട്. കണ്ടോ, ചെരുപ്പ് ഊരിയിട്ട് പോകാനാ. കൈ എന്തോന്നാലും വിടരുത്. ഇപ്പൊ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇനി ശ്രേയ പോകുന്നുണ്ട്. എല്ലാരും പോയി. ഞാൻ പതിയെ പോട്ടെ. ശ്രുതി പിടിച്ചോണേ. ഇല്ല, അവരില്ല, അവിടെ എത്തി. വെള്ളം ഇല്ലെങ്കിൽ അത് അടിപൊളിയായിരുന്നേ. പതിയെ സൂക്ഷിച്ച്. നമ്മൾ വിജയകരമായി ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട്. അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതിനകത്തേക്ക് കയറിയാൽ കുട്ടേട്ടൻ സുഭാഷണ തിരക്കി പോയതുപോലെ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഉണ്ട്, അവിടെ ഗുഹ ഉണ്ട്. അവർ കയറരുതെന്ന് പറയുന്നിടത്തോട്ട് നമുക്ക് കയറുന്നത് ശരിയല്ലല്ലോ.
പാമ്പൊന്നും കാണില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ. ഫോട്ടോ എടുക്കാൻ ഇവിടം വരെ വരാം. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനം. വെള്ളം ഉള്ളപ്പോൾ അപ്പോൾ അവിടെ വരെ ഞങ്ങൾ കയറി. കണ്ട ഇത് കൊടുത്തു. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫർ അരുണാണ്. എൻ്റെ മോള് വരെ പോയിട്ട് ഫോട്ടോ എടുക്കാനാ അവിടുന്ന് തിരിച്ചു വരുവാണ്. അതെ. ഇനി നമ്മൾ തിരിച്ചു പോകേണ്ട വഴി ഇതാണെന്ന് തോന്നുന്നു. വാ. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിന് മേലോട്ട് തിരിച്ചു പോവാണേ. നല്ല വ്യൂ വെള്ളമില്ലാത്തപ്പോ ഭയങ്കര നിരാശയായിരുന്നു. പക്ഷെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അടിപൊളിയായിരുന്നു. ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ നിറച്ച് യൂക്കാലിപ്റ്റസ് ആണ്. എന്താ നല്ല മണം. ആ കൂടെ ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങണ്ട. അവരൊക്കെ മുമ്പേ പോയി.